CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 499 മാർക്ക് നേടി ദേശീയ തലത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ദിയ മേരി ദീപക്കാണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത്. വിളയാങ്കോട് സ്വദേശിനിയാണ് ദിയ. ആദ്യം തന്നെ ഈ ഒരു വലിയ വിജയത്തിൽ അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്? എത്രത്തോളമാണ് അതിൻ്റെ പുറകിലുള്ള പരിശ്രമങ്ങൾ? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലാസ്സിൽ നിന്ന് നല്ലോണം ശ്രദ്ധിച്ച്, പിന്നെ എക്സാമിൻ്റെ മുമ്പിൽ ടഫ് പോർഷൻസ് ഒക്കെ ഒരു ദിവസം വെച്ച് നല്ലോണം പഠിച്ച്, അങ്ങനെ. ഏകദേശം എത്ര സമയം എടുക്കും പഠിക്കാൻ വേണ്ടി? അങ്ങനെ കൃത്യ ടൈം ടേബിളായിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് കൃത്യ സമയം പറയാനായിട്ട് അറിയില്ല. പക്ഷേ രാത്രികളിലൊക്കെ ലേറ്റായിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ 2 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. പല കുട്ടികൾക്കുമുള്ള ഒരു പ്രശ്നമാണ് എക്സാം ഫിയർ. ആ ഒരു പരീക്ഷാ പേടി എങ്ങനെയാണ് മാറ്റിയത്? പരീക്ഷ പേടി മാറ്റിയതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സാമാണ്, നമ്മൾ പഠിച്ചത് പോയി എഴുതുക, അത്ര ആലോചിച്ചാൽ മതി, അധികം ആലോചിക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ. എന്തൊക്കെയാണ് ഹോബികൾ? എനിക്ക് ചെസ്സ് കളിക്കാൻ ഇഷ്ടമാണ്. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ഡാൻസ് പഠിക്കാൻ, പിന്നെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ. ഈ ഇത്രയും ഹോബീസിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പഠനം എങ്ങനെയാണ്? ആ ടൈം മാനേജ്മെൻ്റ് ഒക്കെ? ടൈം മാനേജ്മെൻറ്റ് അതൊക്കെ അങ്ങനെ തന്നെ പോയി. ഇപ്പോൾ സ്കൂളിൽ നിന്ന് എടുക്കുന്ന വന്ന് പഠിക്കുക, ഹോബീസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രീ ടൈമിൽ അങ്ങ് ചെയ്യുക. അല്ലാണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ടൈം മാനേജ് ചെയ്യാനൊന്നും ഒരു പ്രശ്നം. ദിയയുടെ ഈ ഒരു വിജയത്തിന് പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക ദിയയുടെ പാരൻസ് ആയിരിക്കും അല്ലേ? ഇപ്പോൾ കൂടെയുണ്ട്, അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ അച്ഛൻ BMHലെ കാർഡിയോളജിസ്റ്റാണ്. ഇത് എൻ്റെ അമ്മയാണ്. ഇത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ്, ബീന ജോർജ്. ഇതെൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, രാജൻ മാത്യു. മകളുടെ ഈ ഒരു വിജയത്തിൽ എത്രത്തോളം സന്തോഷമുണ്ട്? പ്രതീക്ഷിക്കാത്ത വിജയമായതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അവൾക്ക് പൊതുവെ പഠിത്തത്തിൽ മുന്നിൽ തന്നെ നിൽക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് പക്ഷേ ഇത്രയും വലിയ മാർക്ക് കിട്ടും, ഇത്രയും ഒരു വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ദിയയെ തേടി ഇനിയും ഒരുപാട് അവസരങ്ങൾ വരട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.